യെസ് സുമോദ, ഞാൻ തൗഫീഖിലേക്ക് മടങ്ങിപ്പോവുകയാണ്. തൗഫീഖ്, സുമോദ സൂചിപ്പിച്ചതുപോലെ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ KC വേണുഗോപാലിനെ വിളിപ്പിച്ചതെങ്കിൽ മുഖ്യമന്ത്രി മത്സരത്തിലേക്കുള്ള അവസാന ലാപ്പിൽ KC വേണുഗോപാലിന്റെ പേരുണ്ടാകില്ല. അപ്പോൾ ചിത്രത്തിൽ അവശേഷിക്കുന്നത് VD സതീശൻ മാത്രമാണ്. അക്കാര്യം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടിയാകും ഒരു അനുനയ ചർച്ച എന്ന നിലയ്ക്കായിരിക്കും നേരിട്ട് കാണാൻ വേണ്ടി ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ KC വേണുഗോപാലിനെ നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് VD സതീശൻ എന്ന പേര് അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടിയാകണമെന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. കാരണം അല്പസമയം മുമ്പാണ് KC വേണുഗോപാലിനോട് ചർച്ചയ്ക്കായിട്ട് അങ്ങോട്ട് എത്താനായിട്ട് പറഞ്ഞത്. ഇത്രയും സമയം അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നില്ല. 5:30 ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള യോഗമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അത് നിർണായകമായിട്ടുള്ള യോഗമായിരുന്നു. അതൊരു അവസാനഘട്ട യോഗമായിരുന്നു. അവസാനഘട്ട യോഗത്തിലേക്കാണ് ഇപ്പോൾ KC വേണുഗോപാൽ കൂടി എത്തണമെന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KC വേണുഗോപാൽ അല്പസമയത്തിനകം തന്നെ ഈ വസതിയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നത്. നിർണായകമായിട്ടുള്ള യോഗമാണ്. ഇനി മറ്റു യോഗങ്ങൾ ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല എന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് അവസാനപ്പെട്ടൊരു യോഗം കൂടിയാണ്. KC വേണുഗോപാലിനോട് എന്താണ് ഇനി ഹൈക്കമാൻഡ് സംസാരിക്കുക എന്നുള്ളതായിരിക്കും ആ നിർണായകം. കാരണം ഈ ചർച്ചയിൽ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് KC ഇതുവരെയും പിന്മാറിയതായിട്ട് ഒരു തരത്തിലുള്ള വിവരങ്ങളുമില്ല. ഇപ്പോഴും KC വേണുഗോപാൽ ആ റേസിൽ പങ്കെടുക്കുകയാണ്. തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യത്തിൽ KC വേണുഗോപാൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ക്യാമ്പും ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. ഹൈക്കമാൻഡ് KC വേണുഗോപാലിനൊപ്പം നിന്ന് അല്ലെങ്കിൽ KC വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും എന്നുള്ളൊരു ഉറപ്പിലാണ് ഇപ്പോഴും KC പക്ഷവും KC ഗ്രൂപ്പും എല്ലാം ഉള്ളത്. അതുകൊണ്ട് ഇനി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. 5:30 കഴിയുമ്പോൾ ആ യോഗം ചേരും. ആ യോഗത്തിനൊടുവിൽ കേരളം കാത്തിരിക്കുന്ന ആ ഒരു ഉത്തരം ലഭിക്കുകയും ചെയ്യും. എന്നാൽ അവസാനഘട്ട ചർച്ചയിലേക്ക് KC വേണുഗോപാൽ കൂടി പോവുകയാണ്. KC വേണുഗോപാൽ എന്താണ് KC വേണുഗോപാലിനോട് ഹൈക്കമാൻഡ് സംസാരിക്കുക? കാരണം ഈ സമയം വരെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പിന്മാറാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. MLA-മാരുടെ കൂടുതൽ പിന്തുണ തനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ KC വേണുഗോപാൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനിടയിലായിരുന്നു ഇന്ന് 5:30 അവസാനഘട്ട ചർച്ച, നിർണായകമായിട്ടുള്ള ചർച്ച ഖർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി എത്തിയതിനു ശേഷം ചേരാനായി നിശ്ചയിച്ചിരുന്നത്. ആ ചർച്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ആ ചർച്ചയിലേക്കാണ് ഇപ്പോൾ KC വേണുഗോപാലിനെ കൂടി വിളിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ KC ഇവിടെ നിന്ന് ഉടൻ തന്നെ പുറപ്പെടും. KC അവിടെ എത്തിയാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെ 3 ക്യാമ്പുകളും നിൽക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് KC വേണുഗോപാലിനോട് ഖർഗെയുടെ വസതിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. KCയുടെ വാഹനം വീടിന്റെ പുറകുവശത്ത് നിന്നും ഇപ്പോൾ മുൻവശത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഈ വാഹനത്തിലായിരിക്കും KC വേണുഗോപാൽ ഉടൻ തന്നെ പുറത്തിറങ്ങുക. അദ്ദേഹം വീടിനകത്ത് ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വസതിയിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഖർഗെയുടെ വസതിയിലേക്ക് എത്തും. വളരെ വേഗം തന്നെ എത്താനായി സാധിക്കും. വളരെ അടുത്താണ് ഖർഗെയുടെയും KCയുടെയും വസതിയുള്ളത്. അതുകൊണ്ട് വളരെ വേഗം തന്നെ വീട്ടിലെത്തിയതിനു ശേഷം ഈ ചർച്ചയിലേക്ക് കടക്കും. KC വേണുഗോപാൽ അവസാനമായിട്ട് എന്തെങ്കിലും കാര്യം KCക്ക് പറയാനായിട്ടാണോ, അതല്ലെങ്കിൽ ഹൈക്കമാൻഡിന് KCയോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ടാണോ വിളിച്ചു വരുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ന് ഹൈക്കമാൻഡ് എത്തും. KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാൽ എത്തിയതിനു ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തും. ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു കാര്യത്തിലേക്ക് ഇരുവരും ഉടൻ തന്നെ എത്തും. ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെയായിട്ട് ഹൈക്കമാൻഡ് നിരന്തരം ചർച്ചയെടുത്തിട്ടുണ്ട്. ഘടകകക്ഷികളുമായിട്ട് സോണിയാഗാന്ധി തന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന തരത്തിൽ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നിർണായക ചർച്ചകൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുകൊണ്ട് ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെയുമായിട്ട് ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഒരു അവസാനഘട്ട ചർച്ച. ഈ ചർച്ച നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. കാരണം കേരളത്തിൽ നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിരുന്നു. അവർക്ക് പറയാനുള്ളത് കൂടി രാഹുൽ ഗാന്ധി കേട്ടിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടി ഒരു അവസാനവട്ട യോഗം നടത്തുമെന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അവസാനഘട്ട യോഗമാണ് ഇന്ന് വൈകുന്നേരം 5:30 നിശ്ചയിച്ചിരിക്കുന്നത്. ആ യോഗത്തിനിടയിലാണ് ഇപ്പോൾ KC വേണുഗോപാലിനോട് ആ യോഗത്തിലേക്ക് എത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KC വേണുഗോപാൽ എത്തിയതിനു ശേഷം ആ യോഗം ആരംഭിക്കും. KC വേണുഗോപാലിനോട് എന്താണ് ഹൈക്കമാൻഡ് പറയുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. ഇതിനോടകം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി കേരളത്തിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. 7 മണിയോടുകൂടി ദീപദാസ് മുൻഷി കേരളത്തിലെത്തും. എവിടെ നിന്നായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളൊരു ആകാംക്ഷ കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നായിരിക്കുമോ പ്രഖ്യാപനം, അതോ കേരളത്തിൽ നിന്ന് ദീപദാസ് മുൻഷി ആയിരിക്കുമോ പ്രഖ്യാപനം നടത്തുന്നത്?